യാസീൻ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. ഇതിൽ ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു 13 പ്രതിഫലങ്ങളാണ്. യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന 13 പ്രതിഫലങ്ങൾ, 13 ഗുണങ്ങൾ, 13 മഹത്വങ്ങൾ, 13 സൂറത്തുൽ യാസീനിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് മുഴുവനായും ഒന്ന് കേൾക്കാം. അല്ലാഹുവേ, എൻ്റെ വീട് പണി വേഗത്തിൽ പൂർത്തിയാവണം, അതൊരാവശ്യമാണ്. അല്ലാഹുവേ, എൻ്റെ മകളുടെ കല്യാണം വേഗത്തിൽ റാഹത്തിൽ സന്തോഷത്തോടു കൂടി നടക്കണം. വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലെങ്കിൽ ജോലിയിൽ ഒരു ബറക്കത്തുമില്ല, കുടുംബത്തിൽ ഒരു ഐശ്വര്യവുമില്ല. എന്ത് മുറാദാണോ, എന്ത് ഉദ്ദേശമാണോ നമുക്ക് വീട്ടിൽ കിട്ടാനുള്ളത്, കണ്ണേറ്, സിഹിർ, അതുപോലെ തന്നെ മറ്റ് തടസ്സങ്ങൾ, ഒരു ശൈത്വാനിൻ്റെ ഷർറ്, മാനസികമായ വിഭ്രാന്തികൾ, ഒരു ബറക്കത്തില്ലായ്മ, ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടോ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടോ, അങ്ങനെ പ്രയാസപ്പെടുന്നവരെ നിങ്ങൾക്കുള്ള ഒരു മരുന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൻ്റെ ഹൃദയമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള സൂറത്തു യാസീൻ. ആ യാസീൻ സൂറത്ത് ഓതിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെ, അതുപോലെ അതിൻ്റെ പ്രതിഫലങ്ങൾ എന്തൊക്കെ, അതുപോലെ ആ യാസീൻ സൂറത്ത് ഓതിയാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്, യാസീൻ സൂറത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, അതിൻ്റെ മഹത്വങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങൾ, ഏകദേശം ഒരു 13ഓളം കാര്യങ്ങളാണ് മഹാന്മാർ പല കിതാബുകളിൽ പല സ്ഥലങ്ങളിലായി പറഞ്ഞിട്ടുള്ളത്. 13 അല്ല, ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ ആ 13 നേട്ടങ്ങൾ, പ്രതിഫലങ്ങൾ, മഹത്വങ്ങൾ, ഗുണങ്ങൾ ഒന്ന് പരിചയപ്പെടുകയാണ്. സൂറത്തു യാസീൻ ഖൽബുൽ ഖുർആൻ എന്നാണ് മഹാന്മാർ ഇതിനെപ്പറ്റി വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൻ്റെ ഹൃദയമാണ്. സാധാരണ ഈ സൂറത്തു യാസീൻ അതിന്ന് മരിച്ച വീട്ടിൽ ഓതുന്ന ഒരു സൂറത്ത് മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം. നബി തങ്ങളുടെ ആ ഹദീസിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സൂറത്തു യാസീൻ അത് മനഃപ്പാഠമാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതായത് വലിയ പ്രതിഫലമാണ് സൂറത്തുൽ യാസീൻ അത് മനഃപ്പാഠമാക്കിയാൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം എന്തെല്ലാമാണ് സൂറത്ത് യാസീനിൻ്റെ പ്രത്യേകതകൾ. സൂറത്തു യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അതിൻ്റെ പാരായണ ശാസ്ത്രമനുസരിച്ച് നല്ല രൂപത്തിൽ തജ്വീദ് അനുസരിച്ചാണ് ഓതേണ്ടത്. അങ്ങോട്ടൊന്നും കടക്കുന്നില്ല, അതൊക്കെ പറയണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. നമ്മൾ ആ സൂറത്ത് യാസീൻ ഓതുമ്പോൾ കിട്ടുന്ന മഹത്വങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. ഒന്നാമതായി മഹാനായ ഇമാം സ്വാവി തങ്ങൾ അവിടുത്തെ ഹാഷിയയിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നു സൂറത്തുൽ യാസീൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം 1, മൻ ഖറഅഹ സ്വബാഹൻ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസിയ. ഒരു മനുഷ്യൻ രാവിലെ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്താൽ, ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് വൈകുന്നേര സമയം വരെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയ സന്തോഷം കിട്ടുമെന്നാണ്. വീണ്ടും പറയുന്നു മൻ ഖറഅഹ മസാഅൻ. ഒരു മനുഷ്യൻ വൈകുന്നേര സമയത്താണ് സൂറത്തുൽ യാസീൻ ഓതുന്നതെങ്കിൽ അവനിക്ക് രാവിലെ വരെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സന്തോഷം കിട്ടുമെന്നാണ്. സന്തോഷം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ടാകുന്ന, നമുക്ക് മനസ്സിനൊരു റാഹത്തുണ്ടാകുന്ന, സമാധാനമുണ്ടാകുന്ന വാർത്തകളും പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഓതുമ്പോൾ വെറുതെ ഓതിയാൽ പോരാ, നീയത്തനുസരിച്ച് ഓതണം. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ പരിശുദ്ധമായ ഈ ഖുർആനിൻ്റെ ഹൃദയമാകുന്ന സൂറത്തുൽ യാസീൻ അത് ഞാൻ ഓതുന്നത് എൻ്റെ ഈ കാര്യം സലാമത്താവാനാണ്, അല്ലെങ്കിൽ എൻ്റെ രോഗം ശിഫയാവാനാണ്. ഇവിടെ ആദ്യമായി പറഞ്ഞത് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാനാണ്. അപ്പോൾ ആ നീയത്തിൽ ഓതണം. അല്ലാഹുവേ, എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാവണം. ആ ഒരു നീയത്തിൽ സൂറത്തുൽ യാസീൻ രാവിലെ എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ശേഷം ഓതിയാൽ മഗ്രിബ് വരെ, മഗ്രിബിന് ശേഷം ഓതിയാൽ സുബഹി വരെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും സന്തോഷമുണ്ടാകുമെന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്.
രണ്ടാമത്തേത് മൻ ഖറഅഹ വഹുവ ഫീ സക്കറാത്തിൽ മൗത്ത് ലം യഖ്ബിൽ മലകുൽ മൗത്ത് റൂഹഹു ഹത്താ യറാ റിദ്വാനഹു. അതായത് ഇവിടെ പറയുന്നത് മഹാനായ ഇമാം സാവി തങ്ങൾ ഹാഷിയിൽ കൊണ്ടുവരുന്ന രണ്ടാമത്തെ കാര്യം, മരണം ആസന്നനായ വ്യക്തി, മരിക്കാൻ കിടക്കുന്ന സമയത്ത് മരണം ആസന്നനായ വ്യക്തി സൂറത്തുൽ യാസീൻ ഓതിക്കഴിഞ്ഞാൽ സ്വർഗം കണ്ടിട്ടേ അവൻ മരിക്കുമെന്നാണ്. അതായത് ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരുപാട് വെപ്രാളവും ബേജാറും ഉണ്ടാകും. ആ സമയത്ത് സൂറത്തുൽ യാസീൻ ഓതാൻ പറ്റുമോ എന്നൊക്കെ പല ആളുകളും ചോദിക്കും. അങ്ങനെ ഓതാൻ പറ്റുന്ന ആളുകളുണ്ട്. അതായത് ആ സമയത്തുള്ള എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മറക്കാൻ സൂറത്തുൽ യാസീൻ ഓതുന്ന എത്രയോ മഹാന്മാരുണ്ട്. മരിക്കുന്നതിന് മുമ്പ് അതായത് സൂറത്തുൽ യാസീൻ ഓതിക്കൊണ്ട് വഇലൈഹി തുർജഊൻ എന്ന് അവസാനം വരെ ഓതിയിട്ട് കെലിമ പറഞ്ഞു മരിച്ച എത്രയോ മുൻഗാമികളുണ്ട്. അതുകൊണ്ട് മരണം ആസന്നനായ ഒരു വ്യക്തി സൂറത്തുൽ യാസീൻ ഓതിക്കഴിഞ്ഞാൽ അവൻ റിദ്വാൻ എന്ന് പറയുന്ന സ്വർഗത്തെ കാക്കുന്ന മലക്കിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടേ മരിക്കൂ എന്ന് മഹാനവറുകൾ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ ഒരുപക്ഷെ അതിന് സാധിച്ചോളണമെന്നില്ല. കാരണം വേറൊന്നുമല്ല, ഒരുപാട് വെപ്രാളവും ബേജാറുമായിട്ടാണ് ഓരോ മനുഷ്യനും മരിക്കാൻ കിടക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഒരുപക്ഷെ ആ സമയത്ത് സൂറത്തുൽ യാസീൻ ഓതിക്കോളണം എന്നൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? മൂന്നാമതായി ഇതിന്റെ പ്രത്യേകത പറയുന്നു. സൂറത്തുൽ യാസീനിന്റെ പ്രത്യേകത, മരിക്കാൻ കിടക്കുന്ന ആളിന്റെ അടുക്കൽ വെച്ച് അവന്റെ ബന്ധുമിത്രാദികളും അവന്റെ കൂട്ടുകാരും അവന്റെ മക്കളെല്ലാം സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഇഖ്റഉ അലാ മൗതാകും സൂറത്തുൽ യാസീൻ, നിങ്ങൾ മരണം ആസന്നനായ വ്യക്തിയുടെ അടുക്കൽ വെച്ച് സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക. അങ്ങനെ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അവനിക്കും ഈ ഓതിയ ആളുകൾക്കും, അതായത് ഈ ആരാണോ മരിക്കാൻ കിടക്കുന്നത് അയാൾക്കും ഈ ഓതുന്ന വ്യക്തികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം കൊടുക്കുന്നതാണ്. മാത്രമല്ല ബിശുർബത്തിൻ മിനൽ ജന്നതി ഫയശ്രിബുഹാ വഹുവ അലാ ഫിറാശി, അതായത് മരണം ആസന്നനായ വ്യക്തിയുടെ അടുക്കൽ വെച്ച് മറ്റുള്ളവർ സൂറത്തുൽ യാസീൻ ഓതുന്നു. അവരുടെ ഓത്ത് കേട്ടുകൊണ്ട് ഈ മരണ ആസന്നനായ വ്യക്തിയും അവനും യാസീൻ സൂറത്ത് ഇങ്ങനെ എടുത്തു ഓതുകയാണ്, അല്ലെങ്കിൽ അവൻ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു, അവനിക്ക് സ്വർഗീയ പാനീയങ്ങൾ കുടിപ്പിക്കപ്പെടും. മാത്രമല്ല സ്വർഗീയ പുതപ്പുകളെ കൊണ്ട് അവനെ അല്ലാഹു തആല പുതപ്പിക്കും. കാരണം സൂറത്തുൽ യാസീനിന്റെ വലിയ മഹത്വം കൊണ്ട്. അപ്പോൾ മരണം ആസന്നനായ വ്യക്തി സൂറത്തുൽ യാസീൻ ഓതുക. അതുപോലെ തന്നെ മരണം ആസന്നനായ വ്യക്തിയുടെ അത് ആണാവട്ടെ പെണ്ണാവട്ടെ അവരുടെ അടുക്കൽ വെച്ച് ബാക്കിയുള്ളവർ സൂറത്തുൽ യാസീൻ ഓതുക. എങ്കിൽ ഓതിയവർക്കും പ്രതിഫലമാണ്, ആർക്കു വേണ്ടിയാണോ ഓതപ്പെട്ടത് അവർക്കും പ്രതിഫലമാണ് എന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇനി നാലാമത്തേത്, തഖ്ലീലഹു കുല്ല ഹാജ, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒരു മുറാദുണ്ട്, ഒരു മുറാദ് ഹാസിലാവണം, ഒരു ആവശ്യം പൂർത്തിയാവണം, ആ ഒരു നിയ്യത്തിൽ സൂറത്തുൽ യാസീൻ ഓതണമെന്നാൽ അള്ളാഹുവേ എൻ്റെ വീട് പണി വേഗത്തിൽ പൂർത്തിയാവണം, അതൊരാവശ്യമാണ്. അള്ളാഹുവേ എൻ്റെ മകളുടെ കല്യാണം വേഗത്തിൽ റാഹത്തിൽ സന്തോഷത്തോടു കൂടി നടക്കണം. അള്ളാഹുവേ ഒരുപാട് പെണ്ണ് കണ്ടു, ഒരു പെണ്ണും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് ചെറുക്കന്മാർ വന്ന് എന്നെ കണ്ടിട്ടുണ്ട്, പക്ഷേ ആർക്കും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. അത് സമ്പത്തിൻ്റെ പേരിലാവാം, സൗന്ദര്യത്തിൻ്റെ പേരിലാവാം, അല്ലെങ്കിൽ പൈസയുടെ പേരിലാവാം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പേരിലാവാം. അങ്ങനെ വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, വീട് പണി പൂർത്തിയാകാത്തവരുണ്ട്, ജോലി കിട്ടാത്തവരുണ്ട്. എന്ത് മുറാദാണോ, എന്ത് ഉദ്ദേശമാണോ നമുക്ക് വീട്ടിൽ കിട്ടാനുള്ളത്, ആ ഒരു നിയ്യത്തിൽ അല്ലാഹുവേ എൻ്റെ വീട് പണി വേഗത്തിൽ പൂർത്തിയാവാൻ ഞാനിതാ സൂറത്തുൽ യാസീൻ ഓതുന്നു, ആ ഒരു നിയ്യത്തിൽ നമ്മൾ സൂറത്തുൽ യാസീൻ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ യാസീൻ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ആ ഒരു ഉദ്ദേശം നമുക്ക് വേഗത്തിൽ നിർവഹിച്ച് തരുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ്. അഞ്ചാമത്തേതോ, തദ്ഫഉ അൻ സ്വാഹിബിഹാ കുല്ല സൂഇൻ, ഈ ഓതുന്ന മനുഷ്യൻ അവൻ്റെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു നൽകുമെന്നാണ്. അതായത് മുന്നേ ചെയ്ത
പഴയ പാപങ്ങൾ, അതുപോലെ പുതിയ പാപങ്ങൾ, അറിഞ്ഞ് ചെയ്തത്, അറിയാതെ ചെയ്തത്, ചെറുതായത്, വലുതായത്, രഹസ്യമായത്, പരസ്യമായത്, അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകും. എന്തു വേണം? ഈ ഒരു നിയ്യത്ത് വേണം. റഹ്മാനെ, എൻ്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു നൽകണേ എന്ന നിയ്യത്തിൽ നമ്മൾ എന്തോതുക? സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക. ആറാമത്തേതോ മൻ ഖറഅ യാസീൻ. ഒരു മനുഷ്യൻ യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ, എപ്പോ? ഫിൽ ലൈൽ, രാത്രി ഓതിക്കഴിഞ്ഞാൽ, ഗഫറല്ലാഹു ലഹു ഫീ തിൽക്കൽ ലൈല. ഒരു മനുഷ്യൻ സൂറത്തുൽ യാസീൻ അവൻ്റെ പാപങ്ങൾ പൊറുക്കണമെന്ന നിയ്യത്തിൽ രാത്രി ഓതിക്കഴിഞ്ഞാൽ ആ രാത്രി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്തും മാപ്പ് കൊടുക്കുമെന്ന് മഹാന്മാരെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. തീർന്നില്ല. ഏഴാമത്തേതോ മൻ ദഖലൽ മഖ്ബറ. ഒരു മനുഷ്യൻ മഖ്ബറയിലേക്ക് കടന്നാൽ, അതായത് ഖബർസ്ഥാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഫഖറഅ സൂറത്ത യാസീൻ, അവൻ എന്ത് ചെയ്തു? അവിടെ വെച്ച് സൂറത്തുൽ യാസീൻ പാരായണം ചെയ്താൽ, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഒരു ഹദീസിൽ കാണാം, ഖുഫിഫൽ അദാബു അൻ അഹ്ലിഹാ. ആ ഖബർസ്ഥാനിൽ കിടക്കുന്ന ആരെല്ലാം ഉണ്ടോ, ഖബർസ്ഥാനിൽ കിടക്കുന്ന ആരെല്ലാമുണ്ടോ അവരുടെ എല്ലാവരുടെയും അദാബുകളെ ലഘൂകരിക്കപ്പെടുമെന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പള്ളിയിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് പള്ളി ഖബർസ്ഥാൻ ഉണ്ടാകും. അവിടെ നമ്മുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ ആരെല്ലാം ഉണ്ടോ അവർക്ക് വേണ്ടി സൂറത്തുൽ യാസീൻ അങ്ങോട്ട് ഓതിക്കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഓതുന്നതെങ്കിലും ബാക്കി മുഴുവൻ ആളുകൾക്കും, ആ ഖബറാളികൾ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അവരുടെ ശിക്ഷയെ ലഘൂകരിച്ചു കൊടുക്കും. അങ്ങനെ അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കാനുള്ള കാരണം സൂറത്തുൽ യാസീനിന്റെ വലിയ ബറക്കത്താണ്. മാത്രമല്ല, ഇത് ഓതിയ ആളുകളുടെയും അല്ലാഹു തആല പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പ് കൊടുക്കുമെന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. സൂറത്തുൽ യാസീൻ അത് നമ്മൾ നിത്യമായി പാരായണം ചെയ്യണം. എല്ലാ ദിവസവും സുബഹിക്ക് ശേഷമെങ്കിൽ ആ സമയത്താണ് നമുക്ക് സൗകര്യമെങ്കിൽ ആ സമയത്ത്, അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമാണെങ്കിൽ ആ ഒരു സമയത്ത്. എത്രയോ ആളുകൾ നിത്യമായി പാരായണം ചെയ്യുന്നുണ്ട്, മുടങ്ങാതെ പാരായണം ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. എട്ടാമത്തെ പ്രതിഫലം, കണ്ണേറ്, സിഹർ, അതുപോലെ തന്നെ മറ്റ് തടസ്സങ്ങൾ, ഒരു ശൈത്വാനിൻ്റെ ഷർറ്, മാനസികമായ വിഭ്രാന്തികൾ, ഒരു ബറക്കത്തില്ലായ്മ, ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടോ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടോ, അവൻ 11 പ്രാവശ്യം 3 ദിവസം കൊണ്ട് 11 പ്രാവശ്യം സൂറത്തുൽ യാസീൻ ഈ ഒരു നിയ്യത്തിൽ, അല്ലാഹുവേ എനിക്ക് ഒരുപാട് കണ്ണേറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോനിക്ക് കണ്ണേറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് കണ്ണേറ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാനസികമായ വിഭ്രാന്തികൾ, മാനസികമായ പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ ജോലിയിൽ ഒരു ബറക്കത്തുമില്ല, കുടുംബത്തിൽ ഒരു ഐശ്വര്യവുമില്ല, അങ്ങനെ പ്രയാസപ്പെടുന്നവരെ നിങ്ങൾക്കുള്ള ഒരു മരുന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരുന്നു. 3 ദിവസം കൊണ്ട് 11 വട്ടം സൂറത്തുൽ യാസീൻ പാരായണം ചെയ്ത് ഈ ഒരു നിയ്യത്തിൽ പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി നൽകുന്നതാണ്. 9-ാമത്തേത്, ഒരു ഹദീസിൽ തന്നെ കാണാം, ദാഹിക്കുന്നവൻ്റെ വെള്ളമാണ് സൂറത്തുൽ യാസീൻ, വിശക്കുന്നവൻ്റെ ഭക്ഷണമാണ് സൂറത്തുൽ യാസീൻ, വസ്ത്രമില്ലാത്തവൻ്റെ വസ്ത്രമാണ് സൂറത്തുൽ യാസീൻ, വീടില്ലാത്തവൻ്റെ വീടാണ് സൂറത്തുൽ യാസീൻ. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് റിസ്ക് വിശാലമാവാൻ ഏറ്റവും നല്ല മരുന്നാണ് സൂറത്തുൽ യാസീൻ. ഈ റിസ്ക് എന്നതിൽ പെട്ടതാണ് നമ്മൾ കുടിക്കുന്ന വെള്ളവും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും. ഇതൊക്കെ എന്താ? റിസ്ക്കാണ്. ഈ റിസ്ക് വിശാലമാവാൻ ആ ഒരു നിയ്യത്തിൽ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക. ഇവിടെ 2 അഭിപ്രായങ്ങൾ ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് മഹാന്മാർ പറയുന്നുണ്ട്. അതായത് വിശക്കുന്ന ഒരു മനുഷ്യൻ, ആ വിശപ്പ് അവനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ആ സമയത്ത് അല്ലാഹുവേ എൻ്റെ വിശപ്പ് നീ മാറ്റിത്തരണേ എന്ന നിയ്യത്തിൽ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്താൽ അവൻ്റെ വിശപ്പ് തന്നെ അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമെന്നാണ്. ആ ഒരു വിശദീകരണമുണ്ട്. മറ്റൊരു വിശദീകരണം, വിശക്കുന്നവൻ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ കിട്ടാത്തവൻ, വസ്ത്രമില്ലാത്തവൻ, വീടില്ലാത്തവൻ, ആ ഒരു നിയ്യത്തിൽ അതൊക്കെ കിട്ടണമെന്ന നിയ്യത്തിൽ സൂറത്തുൽ യാസീൻ ഓതിയാൽ അല്ലാഹു തആല അത് കിട്ടാനുള്ള ഒരു മാർഗം അവൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുമെന്ന് മഹാന്മാര് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഇനി 10-ാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ,
പല ആളുകൾക്കും പല വിധത്തിലുള്ള പേടിയുണ്ട്. ചില ആളുകൾക്ക് യാത്ര ചെയ്യാൻ പേടിയാൻ, ചിലർക്ക് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാൻ, ചില ആളുകൾക്ക് രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ ഇഴജന്തുക്കളുണ്ടോ, ഉപദ്രവകരമായ ജീവികളുണ്ടോ, അങ്ങനെ പേടിക്കുന്നവരുണ്ട്. ചില കുട്ടികൾ ഉൾപ്പെടെ ഉറക്കത്തിൽ പേടിക്കുന്നവരുണ്ട്. അപ്പം പല സൈസാണ് പേടി, ഭയം, ഖൗഫ്. ആ പലതരത്തിലുള്ള പേടി, ആ പേടിയെ തൊട്ട് വലിയ കാവൽ കിട്ടാൻ സൂറത്തുൽ യാസീൻ കാരണമാണ്. 11-ാമത്തേത് ദൈനിനെ തൊട്ട് അള്ളാഹു കാക്കുമെന്നാണ്. ദൈൻ എന്ന് പറഞ്ഞാൽ കടം വീട്ടാനുള്ള ആളുകളുണ്ട്, കടം കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ട്. ഇവരൊക്കെ ഈ കടം, അള്ളാഹുവേ എൻ്റെ കടം നീ വേഗത്തിൽ വീട്ടിത്തരണേ, അല്ലെങ്കിൽ ഞാൻ കടം കൊടുത്ത പൈസ അള്ളാഹുവേ റഹ്മാനെ അത് വേഗത്തിൽ അത് തിരിച്ചു തരാൻ മറ്റുള്ളവർക്ക് നീ തോന്നിപ്പിക്കണേ, അവർക്ക് നീ തോന്നിപ്പിക്കണേ എന്ന നിയ്യത്തിൽ 3 യാസീൻ ഓതിയാൽ ഇൻഷാ അള്ളാഹ് അവർക്ക് ആ ഒരു കാര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അല്ലാഹു തആല വലിയ ഖൈർ നൽകുമെന്ന് റൂഹുൽ ബയാൻ എന്ന കിതാബിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. സൂറത്തുൽ യാസീൻ കടത്തെ തൊട്ടും അതുപോലെ കൊടുത്തിട്ടുള്ള കടം വേഗത്തിൽ തിരിച്ചു കിട്ടാനും വലിയ സഹായകരമാണ്. 12-ാമത്തേത് മൻ ഖറഅ സൂറത്ത യാസീൻ കതബല്ലാഹു ഖിറാഅത്തുൽ ഖുർആനി 10 മർറാത്ത്. വലിയ പ്രതിഫലമാണ്. എന്താ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ സൂറത്തുൽ യാസീൻ ഓതുന്നു, ഒരു പ്രാവശ്യം അവൻ ഓതുന്നു, ഒരു പ്രാവശ്യം അവൻ ഓതിയാൽ അവനിക്ക് അല്ലാഹു തആല ഖുർആൻ 10 പ്രാവശ്യം ഖത്തുമുൽ ഖുർആൻ, ഖത്തുമ് തീർത്ത, മുഴുവനായിട്ടും ഓതിയ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ്. ഇതൊക്കെ വലിയ പ്രതിഫലമാണ്. സൂറത്തുൽ യാസീനിൻ്റെ പ്രതിഫലം ഇതൊന്നുമല്ല, ഒരുപാടുണ്ട്. ഒരുപാട് കിതാബുകളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പറയുന്നുണ്ട്. നമുക്ക് വേഗത്തിൽ മനസ്സിലാകുന്ന ചുരുങ്ങിയ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ 12-ാമതായി പറയുന്നു എന്ത്? ഒരു മനുഷ്യൻ നല്ല നിയ്യത്തിൽ, നല്ല വുളൂഓടുകൂടി ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട്, നല്ല ഇഖ്ലാസോടെ, തഖ്വയോടെ, നല്ല മനസ്സോടെ, തജ്വീദ് അനുസരിച്ചുകൊണ്ട് സൂറത്തുൽ യാസീൻ അവൻ ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ അവനിക്ക് അല്ലാഹു തആല ഖുർആൻ 10 പ്രാവശ്യം ഓതിയവന് കിട്ടുന്ന പ്രതിഫലം പോലത്തൊരു പ്രതിഫലം നൽകുമെന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഇനിയോ 13-ാമത്തേത്, അതൊരു ഹദീസാണ്. ഈ ഹദീസ് ലഈഫാണ് എന്ന് പറഞ്ഞ ഒരുപാട് ഉലമാക്കളുണ്ട്. ലഈഫായ ഹദീസാണെങ്കിലും ഇതുകൊണ്ട് അമൽ ചെയ്യാൻ ഒരു കുഴപ്പവുമില്ല. എന്താ 13-ാമത്തെ കാര്യം? മാഉ സംസം ലിമാ ശുരിബ ലഹ് വസൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹ്. സംസം വെള്ളം എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ നമ്മൾ കുടിക്കുന്നത് അതിനു വേണ്ടിയുള്ളതാണ്. സൂറത്തുൽ യാസീൻ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ നമ്മൾ ഓതുന്നത് ആ ഉദ്ദേശം നിർവഹിക്കപ്പെടുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന, എന്നെ കാണുന്ന, എന്നെ ശ്രവിക്കുന്ന എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ യാസീൻ അത് നമ്മുടെ ഒരു ആയുധമാക്കി നമ്മൾ മാറ്റുക. സൂറത്തുൽ യാസീൻ ഒരു ആയുധമാക്കി, ആയുധം എന്ന് പറഞ്ഞാൽ ഒരു യോദ്ധാവ് എല്ലാ സമയത്തും അണിയുന്ന വലിയ ഒരു രക്ഷാ കവചമാണ് എന്നതുപോലെ ഏത് സമയത്തും സൂറത്തുൽ യാസീൻ എന്ന് പറയുന്ന ഒരു രക്ഷാ കവചം നമ്മുടെ മനസ്സിലും നമ്മുടെ കയ്യിലും ഉണ്ടാവണം. അതുകൊണ്ട് സൂറത്തുൽ യാസീൻ അറിയാത്തവരുണ്ടെങ്കിൽ അത് മനഃപ്പാഠമാക്കുക, നമ്മളെ കുട്ടികളെ കൊണ്ട് അത് ഓദിപ്പിക്കുക. അതുപോലെ തന്നെ അറിയാവുന്ന നമ്മളെല്ലാവരും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നല്ല നിയ്യത്തിൽ ഈ സൂറത്തുൽ യാസീൻ ഓതിക്കഴിഞ്ഞാൽ ഈ 13 പ്രതിഫലവും നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ സാധാരണ ശഅബാൻ 15-ന് ബറാഅത്ത് രാവിന് ഒരു 3 യാസീൻ ഓതാറുണ്ട്. ഒന്ന് നമ്മുടെ റിസ്ക് വിശാലമാവാൻ, അതുപോലെ തന്നെ നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാൻ, അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് കിട്ടാൻ, അതിലൊക്കെ വേണ്ടി നമ്മൾ 3 സൂറത്തുൽ യാസീൻ ഓതാറുണ്ട്. അതൊക്കെ ഖൈറാൻ. ഇപ്പോൾ സൂറത്തുൽ യാസീൻ ദിവസവും ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത്. ഇത് നോക്കി തന്നെ ഓതണം എന്നൊന്നുമില്ല, കാണാതെ അറിയാവുന്നവർക്ക് അങ്ങനെ ഓതാം. കാണാതെ തന്നെ ഓതണമെന്നില്ല, കാണാതെ ഓതാൻ അറിയാത്തവർ നോക്കി തന്നെ ഓതാവുന്നതാണ്. ഖുർആനിൽ തന്നെ ഓതണമെന്നില്ല, ഇപ്പോൾ മൊബൈലിൽ നമുക്ക് ഓതാം. അതുപോലെ യാസീൻ സബീന എന്ന് പറഞ്ഞ ഒരു ചെറിയ യാസീൻ മാത്രമുള്ള ഒരു ബുക്കുണ്ട്, ഒരു ചെറിയത്. അപ്പോൾ അതിൽ നമുക്ക് ഓതാം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മക്ബറകളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പഴയ പള്ളികളിലൊക്കെ ചില തട്ടുകളിലൊക്കെ ഉണ്ടാകും ചെറിയ, അതായത് യാസീൻ മാത്രമുള്ള ചെറിയൊരു ബുക്ക്, ഖുർആനല്ല എന്നാലും ചെറിയൊരു ബുക്ക് പോലെ. പക്ഷെ അത് തൊടണമെങ്കിൽ വുളൂ വേണം. പല ആളുകളും മക്ബറയിലൊക്കെ ചെല്ലുമ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല,
ചെന്ന് അതെടുത്ത് ഓതുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് ഖുർആൻ മാത്രം, യാസീൻ സൂറത്ത് മാത്രമുള്ളതാണ്. അതൊരു ഖുർആനിൻ്റെ സ്ഥാനത്ത് നിൽക്കും. അത് ഖുർആനാണ് എന്ന് പറഞ്ഞ ഉലമാക്കളുമുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കണമെങ്കിൽ വുളൂ വേണം. കാരണം യാസീൻ മാത്രമാണ് അതിലുള്ളത്, അത് ഖുർആനാണ്. അതെടുക്കണമെങ്കിൽ വുളൂ വേണം. പല ഉമ്മമാരും ഈ മക്ബറകളിലൊക്കെ സിയാറത്തിന് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഖുർആനൊക്കെ എടുത്ത് ഓതാറുണ്ട്. അള്ളാഹു ആലം വുളൂ ഉണ്ടോ ഇല്ലയോ എന്ന്. നമുക്ക് വുളൂ പൂർണ്ണമായിട്ടും വേണം. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. സൂറത്തുൽ യാസീൻ അത് നമ്മുടെ നിത്യമായി ജീവിതത്തിൽ ഉണ്ടാവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തആല സൂറത്തുൽ യാസീൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.